ഹായ് അമ്മ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഉമ്മ എല്ലാവരും കേട്ടോ. എത്ര ദിവസമായി ഞാൻ എൻ്റെ ആൾക്കാരെ കണ്ടിട്ട്, ഭഗവാനേ, എത്രയോ മാസങ്ങളായ പോലെ തോന്നുകയാണ് എനിക്ക്. നിങ്ങൾ എന്നെ മിസ് ചെയ്തു എന്നൊക്കെ നിങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ചിലരൊക്കെ ഇങ്ങനെ ഒരുപാട് മിസ് ചെയ്യണു എന്നൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്കും അതുപോലെ തന്നെയായിരുന്നു കേട്ടോ. എന്നാലും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കിപ്പോ ജീവൻ കിട്ടിയ പോലെ. എന്നാലും അമ്മ ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് വരുമ്പോ ഒരു സ്റ്റാർട്ടിംഗ് ടേബിൾ അല്ലല്ലോ. അതേ ഹായ്, അതേ ഉമ്മ. പിന്നെ ഒരു മനസ്സമാധാനത്തിൽ ഇരിക്കുകയായിരുന്നു കുടുംബങ്ങളൊക്കെ. കാരണം എന്താ അറിയോ, എന്താ പറയാ, ഒരു ഇടവേള കഴിഞ്ഞ് അമ്പുജാക്ഷി വന്നിറക്കുകയാണ്. പറഞ്ഞ പറയാനും കാണിച്ച പാചകം തന്നെ കാണിക്കാനും. അപ്പോൾ അതൊരു സമാധാനത്തിൽ കുടുംബാംഗങ്ങളിരിക്കുമ്പോൾ അവനെ കുത്തി എടുപ്പിച്ചിട്ട് ഹായ് ഉമ്മ എന്ന് പറയാനുള്ള അമ്മ കാണാണ്ടിരിക്കാനും പറ്റില്ല. കാരണം ഇത്തിരി ഇഷ്ടപ്പെട്ടു പോയല്ലോ, എന്ത് ചെയ്യാൻ പറ്റും? അല്ല, അവർ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവോ പോയി ഈ ചേച്ചി. അപ്പോൾ ആ നരസിംഹൻ സിനിമയുടെ ഒരു ഡയലോഗ് എനിക്ക് ഓർമ്മ വന്നു. അതൊന്ന് മാറ്റി പറഞ്ഞെന്ന് മാത്രം. നീയൊക്കെ പറയാതെ. അപ്പൊ കൊറേ ദിവസമായിട്ട് ഇറച്ചിയും മീനും ഒന്നും കൂട്ടിയിട്ടില്ല. അപ്പൊ ഇന്ന് ഇത്തിരി ചിക്കൻ വരട്ടാ നമുക്ക്. കൊറേ ആയില്ല, പച്ചക്കറി അല്ലേ. അപ്പൊ എത്ര 10-13 ദിവസമായി പച്ചക്കറിയാണ്. അപ്പൊ ചിക്കൻ, അതിനുള്ള ചിക്കൻ അതിൽ ഞാൻ അത് പറയാൻ വിട്ടുപോയി. ചിക്കനിൽ ഞാൻ മഞ്ഞള്, മുളക്, കുറച്ച് കുരുമുളക്, പിന്നെ മുളക് പൊടി, മഞ്ഞപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി മാത്രം, മല്ലിപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെതാ പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ചീരകം, അങ്ങനെയുള്ള മസാല, ഹോൾ മസാല. ഓക്കെ. പിന്നെതാ വെളുത്തുള്ളി, പച്ചമുളക്, സവോള കുറച്ച് മതി, അതാണ് ഒരു ചെറിയ സവോള, മല്ലിയില, തക്കാളി. ഇത്ര മാത്രം മതിയല്ലേ? ഇത്ര മാത്രം മതി. അപ്പൊ നമുക്ക് ചട്ടി ചൂടാവട്ടെ. ചട്ടി ചൂടായിക്കോട്ടാ. ചട്ടി ചൂടായാൽ നമുക്കതിൽ എണ്ണ ഒഴിച്ചു. ചിക്കൻ ആയത് തന്നെ ഒരു ഇത്തിരി എണ്ണയൊക്കെ വേണം. ഓക്കെ ഓക്കെ. ചൂടായി. അപ്പോൾ കുറേ ദിവസത്തെ ഇടവേള കഴിഞ്ഞ് അമ്പുജാക്ഷി വീണ്ടും വന്നിറക്കാണ് പറഞ്ഞ പോലെ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അമ്മയ്ക്കുണ്ട്, ഞങ്ങൾക്ക് എത്ര ദുഃഖമുണ്ട്. ആരാ നിങ്ങള്? ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ അടങ്ങുന്ന. അയ്യോ ദൈവമേ. അപ്പോ എന്താ പറയാ, പിന്നെ അതൊക്കെ ആയിക്കോട്ടെ. അമ്മക്ക് ഞാനിപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സസൈസ് പറഞ്ഞു തരാൻ പോവാണ്. എന്നെ എക്സസൈസ് എന്ന് വെച്ചാൽ അത് ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്തെ ഏറ്റവും വലിയ ഡയറ്റിങ് എക്സസൈസാണ്. ഇപ്പം പറഞ്ഞുതരാന്ന് പറഞ്ഞാൽ അമ്മയെ അറിയും, ബാക്കിയുള്ളവർ അറിയല്ലോ. എനിക്ക് ബുദ്ധി ഉണ്ടെന്ന് 4 പേര് അറിയട്ടെ. ഇതിപ്പോൾ എന്തപ്പാ നമുക്ക് എത്ര ബുദ്ധിമുട്ട്. എന്നെ ശ്രദ്ധിച്ച് നോക്കൂ. ഈ കഴുത്തില്ലേ, ഇതാ ഇങ്ങനെ 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 ആക്കൂ. അങ്ങനെ തന്നെ, അങ്ങനെ ഒരു പ്രാവശ്യം കൂടി ആക്കൂ. ഈ ഡയറ്റിങ് ജീവിതത്തിൽ ഒരിക്കലും മറക്കരുത്. എന്തിനാ ചോദിക്കൂ? എന്തിനാന്ന് പറഞ്ഞാ, നിങ്ങളൊരു കല്യാണ വീട്ടിലേക്ക് പോവാണ്. ഇപ്പം അമ്മയുടെ കാര്യം തന്നെ പറയാം. അപ്പം അമ്മയ്ക്ക് ഈ പായസം ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം കഴിച്ചിട്ട് 3ാമത്തെ പ്രാവശ്യം തരാൻ വരുമ്പോൾ ആ നേരത്തെ പറഞ്ഞ എക്സസൈസ് ഇല്ലേ, കഴുത്ത് കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കേക്ക് അങ്ങനെ ആക്കുക. അപ്പോൾ അവർക്ക് മനസ്സിലാവും, ഇവർക്ക് മതി, ഇവർ നിർത്തുകയാണെന്ന് മനസ്സിലാവും. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയാം അമ്മയ്ക്ക്? നമ്മളൊരു ബന്ധു വീട്ടിൽ പോവാന്ന് വെച്ചോളൂ. അവിടെ പോകുമ്പോൾ അവർ കണ്ടമാനം ഭക്ഷണം നമുക്ക് വിളമ്പി തരും. അത് സ്വാഭാവികം. ഇറച്ചിയിട്ട് അത് സ്വാഭാവികമാണ് എന്ന് വെച്ചിട്ട് നമ്മളതെല്ലാം വാരി കഴിക്കാണ്ട് അമ്മ നേരത്തെ കാണിച്ച എക്സസൈസ് ഉണ്ടല്ലോ, കഴുത്ത് കൊണ്ട് തലയും കൊണ്ട് അങ്ങനെ ആക്കണത്, അങ്ങനെ ആക്കി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അടുത്ത പ്രാവശ്യം നിങ്ങളെ വിളിക്കും. ഒരു കല്യാണ വീട്ടിൽ വിളമ്പാൻ പറ്റുന്ന ആൾക്കാർ വിചാരിക്കും ആക്രാന്തി അല്ലാത്ത പാവ ഒരു വീട്ടമ്മാന്ന് വിചാരിക്കും. ഇതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. വേറൊരു ഗുണം കൂടിയാണ്. എന്താ അറിയോ? ഈ കൊളസ്ട്രോൾ കൂടുക, വയറ് ചാടുക, അങ്ങനെ ഒന്നും വരില്ല. ഇത് എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമല്ല, സ്വന്തം വീട്ടിൽ അവനവൻ വെച്ച സാധനം തന്നെ ഒരുപാട് ഇഷ്ടമായാലും 2 വട്ടം മടമ്പിയിട്ട് 3ാമത്തെ വട്ടം മടമ്പെന്ന് തോന്നുമ്പോൾ അവനവൻ തന്നെ ഈ കഴുത്തിങ്ങനെ പിടിച്ചിട്ട് നേരത്തെ കാണിച്ചത് അങ്ങനെ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ അപ്പോൾ ആൾക്കാരിങ്ങനെ ചോദിക്കുകയാണ് പലരോടും, എന്താ അറിയോ, ഡയറ്റിങ്ങിന് എന്താ ചെയ്യേണ്ടത്? ഡയറ്റ് ഓടണോ, ചാടണോ, ചെറുനാരങ്ങ വെള്ളം കുടിക്കണോ, അങ്ങനെ പലതും ചെയ്യണം. അപ്പോൾ നമ്മുടെ ഒരു കഴുത്തുത ഈ തല അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാനൊരു സംവിധാനം ഉണ്ടല്ലോ. ഇത് സ്വയം അവനവന് തന്നെ ആക്കുക. എവിടെയെങ്കിലും പോയാലാക്കി കഴിഞ്ഞാൽ 2 ഗുണങ്ങളുണ്ട്. ബന്ധുക്കൾ വീണ്ടും വീണ്ടും വിളിക്കും, നിങ്ങൾ ഒരിക്കലും മടുക്കില്ല. മനസ്സിലായില്ലേ? പിന്നെ ഏത് ഫംഗ്ഷനിലും നിങ്ങൾ ഒരിക്കലും മടുക്കില്ല, കുറച്ചാ കഴിക്കുള്ളൂ, അയാൾ വന്നിട്ട് പൊക്കോട്ടെ എന്ന് പറയും. കാരണം സംഭാവന കൊടുക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ
സംഭവം കഴിച്ചു പോകണത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് അങ്ങനെ ഒരു ദോഷമില്ലാത്തത് കൊണ്ട് അവർ നിങ്ങളെ വിളിക്കുകയും ചെയ്യും. സെക്കൻഡറി എന്താണെന്ന് പറഞ്ഞാൽ അവനവൻ്റെ ഹെൽത്ത്, നിങ്ങൾ പറയില്ല വയറ് ചാടി തടി കൂടി കൊളസ്ട്രോൾ കൂടി ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഈ സിമ്പിൾ എക്സസൈസ് ആണ് ലോകത്തെ ഏറ്റവും വലിയ എക്സസൈസ്. എന്ത് വേണ്ട എന്നുള്ള എക്സസൈസ് വായ കൊണ്ട് പറയേണ്ട ആവശ്യമില്ല. ഇലയുടെ മുമ്പത്ത് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആക്കിയാൽ മതി കേട്ടോ. ആര് പറഞ്ഞു? ഇപ്പോഴമ്മ കേട്ടിട്ടുള്ളൂ. ഇത്ര കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ അമ്മയെ തല കൊണ്ട് ഇങ്ങനെ ആട്ടിയത്? ഇപ്പൊ ഞാൻ അമ്മ കുറേ ദിവസമായില്ലേ ഈ ബുദ്ധിക്ക് വല്ലതും സംഭവിച്ചെന്നുള്ള പരീക്ഷണം നടത്താൻ പോവുകയാണ് ഞാൻ കേട്ടോ. അപ്പൊ സംഭവിച്ചിട്ടുണ്ടോ? ആണല്ലോ, പിന്നെ ഊന്ന് പറയണു സംഭവിച്ച പോലെ. അപ്പൊ ഞാൻ ചോദിക്കാൻ പോണ കാര്യം എന്താന്ന് പറഞ്ഞാ ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പൊ ശ്രദ്ധിച്ച് കേട്ടാലേ അമ്മയ്ക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യർ സ്വാഭാവികമായിട്ടും എവിടെ ഇരിക്കുകയാണെങ്കിലും ഒന്നുമില്ലെങ്കിൽ നമ്മുടെ അടുത്ത് താമസിക്കുന്ന ആൾക്കാരെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ബന്ധുക്കാരെ പറ്റി എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കാണ്ടിരിക്കുകയില്ലല്ലോ മനുഷ്യന്മാരുടെ ഒരു സ്വാഭാവികമായൊരു സ്വഭാവമാണത്. എന്ന് വെച്ചാൽ നമുക്ക് ആരുടെയെങ്കിലും കുറ്റം പറഞ്ഞില്ലെങ്കിൽ അന്നത്തെ ഒരു ദിവസം നമുക്ക് അങ്ങോട്ട് പോയി കിട്ടില്ല. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ കുടുംബത്തിലുള്ളവൻ്റെ, അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിൻ്റെ, അല്ലെങ്കിൽ സ്വന്തം ഭാര്യയുടെ, ഇതൊന്നുമില്ലെങ്കിൽ അയൽപ്പക്കത്തെ അദ്ദേഹം, അങ്ങനെ ആരെങ്കിലും ഒരു ചേച്ചിയോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അവൻ്റെയൊക്കെ ഒരു കുറ്റം പറയാണ്ടിരിക്കുകയേ ഇല്ല. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ യഥാർത്ഥമായി ശ്രദ്ധിക്കേണ്ടത് എന്നുവെച്ചാൽ എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ ഒരു സ്വഭാവം വന്നത്? മനുഷ്യൻ എന്ത് സാഹചര്യത്തിലാണെങ്കിലും എങ്ങനെ ജീവിക്കുകയാണെങ്കിലും എത്ര ഉന്നതമായ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും എത്രയൊക്കെ നമുക്ക് ജ്ഞാനം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ തീർച്ചയായിട്ടും മറ്റൊരാളുടെ കുറ്റം കണ്ടുപിടിച്ചുകൊണ്ട് ഇവിടെ ചെയ്യുന്നത് ശരിയല്ല, അത് ശരിയല്ല, ഇത് ശരിയല്ല ചൂണ്ടിക്കാണിക്കുന്നത് കൂടുതലാണ്. ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു, പച്ചമുളക് ഇട്ടു, സവോള ഇട്ടു. ഇപ്പം ഞാൻ എന്താ പറയാൻ വരുന്നത് നമുക്കൊരു പിടിയില്ല. എന്തെങ്കിലുമൊക്കെ പറയും. മല്ലിയില ഇട്ടിട്ട് നമ്മൾ ഇളക്കുക. ഇഷ്ടാവുണ്ടോ? അല്ല, ഇതെങ്ങനെ കഴിക്കാനേക്കാളും മുമ്പ് ഇഷ്ടമായിട്ടുണ്ടോന്ന് പറയാൻ പറ്റും. ഇത് കാണുമ്പോൾ ഇഷ്ടമൊക്കെ ഇല്ലേ? അല്ല, വെക്കിന് കാണുമ്പോൾ ഇഷ്ടം വരും. അതിനേക്കാളും കൂടുതൽ കഴിക്കുമ്പോഴാണ് മനുഷ്യന് ഇഷ്ടം വരിക. ഇനി നമുക്കതൊരു തുള്ളി വേണം കേട്ടോ. അതായത് കുറച്ച് അധികം വേണ്ട, പെട്ടല്ല. അപ്പം നമുക്കിതിൽ ഒരുപാട് വെള്ളത്തില്ല, ഇത് വേവാനില്ല. എന്താ പറഞ്ഞാൽ വെള്ളം ഇല്ലാണ്ടടല്ലോ നമ്മൾ ഇരിക്കുന്നത്. അപ്പം അതിനനുസരിച്ച് ചിക്കനല്ലേ ചിക്കൻ ഇനി അടച്ചു വെക്കുക. അത് കഴിഞ്ഞ പിന്നെ നമുക്ക് എന്തും പറയാലോ. അപ്പോൾ അതിന് ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഉപ്പിടാത്തത്. പറ്റി വെച്ചില്ലേ അപ്പം തന്നെ ഉപ്പിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യൻ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ആരുടെയെങ്കിലും കുറ്റം, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസങ്ങളെല്ലാം കുറേ വായിച്ചിട്ടുണ്ടെങ്കിലും കുറേ ജ്ഞാനങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ പറയാൻ പാടില്ല നമുക്ക് സ്വയം ബോധമുണ്ടെങ്കിലും തീർച്ചയായിട്ടും മനുഷ്യൻ ഈ ഒരു തെറ്റ് ചെയ്തേ ചെയ്യും. അത് ചെയ്യാത്തവർ വളരെ ചുരുക്കമാണ്. എന്താണെന്നറിയില്ല. നമുക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുക എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഇപ്പം അമ്മ നീ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിരലൊന്ന് എന്നെ ഒന്ന് ചൂണ്ടു. അങ്ങനെയല്ല, ഇതൊന്ന് ചെയ്യൂ പ്ലീസ്. എവിടെ വിരൽ? ഏതാ വിരൽ? വിരൽ ചൂണ്ടി. അപ്പോൾ ആ വിരൽ ഒന്നല്ല എന്നെ ചൂണ്ടുന്നുള്ളൂ, ബാക്കി 4 എവിടേക്കാണ് ചൂണ്ടുന്നത്? അവനവൻ്റെ നെഞ്ഞത്തിക്കല്ലേ, അവനവനെ തന്നെ ചൂണ്ടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ശരിക്കും മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടത് എവിടെയാണ്, ആരെയാണ്, എന്താണ്, എങ്ങനെയാണ് മനുഷ്യ ജീവിതത്തെ, ഈ ജീവിതം ഉണ്ടല്ലോ നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ എന്താണ് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാൽ അപ്പുറത്തെ ആൾ ശരിയല്ല ഇപ്പുറത്തെ ആൾ ശരിയല്ല എന്നുള്ളതാണോ, അത് വേറെ എന്തെങ്കിലും നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും ഉണ്ടോ? ഇതിലൊക്കെ കൂടി ഒരേ ഉത്തരവാണ്. മനുഷ്യൻ ആദ്യം അവനവനെ തന്നെ മനസ്സിലാക്കണം. അതായത് ഇപ്പം ഞാനാണെങ്കിൽ ഞാൻ എന്നെ മനസ്സിലാക്കണം, നീ ആണെങ്കിൽ നിന്നെ മനസ്സിലാക്കണം. നിന്റെ ഉള്ളിൽ ഇറങ്ങിച്ചെന്ന് നിന്നിലുള്ള എന്തൊക്കെ കുറവുകളുണ്ടോ, കുറ്റങ്ങളുണ്ടോ, നല്ല നന്മകളുണ്ടോ, അതൊക്കെ തിരിച്ചറിയണമെങ്കിൽ നീ നിന്നെ തന്നെ മനസ്സിലാക്കണം എന്നുള്ളതാണ് ആദ്യത്തെ. ഫോർ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മൾക്ക് എത്ര സ്വഭാവങ്ങളുണ്ടെന്ന് അറിയോ നിനക്ക്? മനുഷ്യന് പ്രപഞ്ചത്തിലെ ഈ എന്താ പറയുക പ്രകൃതി മാറും അല്ലേ?
ഓന്തിൽ പല മാറ്റങ്ങൾ വരും. അതുപോലെ എന്തൊരു ജീവിയില്ലേ ഓന്ത്, അത് നിറം മാറും. അതിനേക്കാളും കൂടുതൽ നിറം മാറുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. പക്ഷെ പ്രകൃതിയിൽ ഒരു വ്യത്യാസം വരുമ്പോൾ നമുക്കൊരു മുൻസൂചന കിട്ടും. ഓന്ത് നിറം മാറും നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ മനുഷ്യൻ നിറം മാറും എന്നുള്ളത് ഓരോ മനുഷ്യനെ കണ്ടെന്നെ മനസ്സിലാക്കേണ്ടത് ശരിയല്ലേ? പക്ഷെ ഇന്ന് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ മിനിറ്റിന് നിറം മാറാൻ കഴിവുള്ള ഒരേ ഒരു ജീവിയുള്ള ഒരു മനുഷ്യനാണ്. അതെങ്ങനെയാണ്? അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ മനുഷ്യൻ ഇപ്പൊ എനിക്കോ നിനക്കോ മറ്റുള്ള ആർക്കും ആയിക്കോട്ടെ അവർക്കൊക്കെ പല സ്വഭാവങ്ങളുണ്ട്. കാരണം ചിലരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്, ചിലരെ കാണുമ്പോൾ അവര് എന്തോ ഒരു സന്തോഷക്കുറവ് തോന്നും. പിന്നെ നമുക്കാരെങ്കിലും സഹായം ചെയ്യുന്ന ആളാണെങ്കിൽ, നമ്മളെക്കാളും ഒത്തിരി ഉയർന്നവരാണെങ്കിൽ അവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റും കാര്യങ്ങളും വേറെ. അപ്പോൾ ഒരു സ്വഭാവം. നമ്മളിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും അപേക്ഷ ആയിട്ട് വരുമ്പോൾ നമ്മൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കണേ, അവരെ കാണുമ്പോൾ നമുക്ക് വേറൊരു ഭാവം. അങ്ങനെ അതുപോലെ നല്ലതാണെങ്കിൽ ചിലവരോട് ദേഷ്യം തോന്നും. അപ്പോൾ നമുക്ക് എല്ലാവരോടും ദേഷ്യം തോന്നും, ചിലവരോട് ഭയങ്കര ഇഷ്ടം തോന്നും. അങ്ങനെ പല വിധത്തിൽ നമ്മുടെ സ്വഭാവങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ജീവിതത്തിൽ നമ്മളെക്കാളും ഉയർന്നൊരു വ്യക്തി എന്ന് വെച്ചാൽ നമ്മൾ അവരിൽ നിന്നാണ് സഹായം മേടിക്കുന്നുണ്ടെങ്കിൽ അവരോടുള്ള പെരുമാറ്റം തോന്നുമ്പോൾ അവർക്ക് തോന്നിപ്പോകും എന്ത് നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്, എത്ര നന്നായിട്ടാണ് ഈ മനുഷ്യൻ പെരുമാറുന്നതെന്ന് തോന്നും. അതിൻ്റെ പകരം നമ്മളെക്കൊണ്ട് സഹായം ചോദിച്ചു വരുന്ന വ്യക്തികളാണെങ്കിൽ അപ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ ദേഷ്യപ്പെടും. ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അവർ നമുക്ക് സഹായിക്കാൻ പറ്റുന്ന വ്യക്തികൾ വലിയ തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ പുഞ്ചിരിക്കും. അപ്പം നമ്മൾ പുഞ്ചിരിക്കില്ലേ, അതുപോലെ പുഞ്ചിരിക്കും. അതന്നെ നമ്മളിൽ നിന്ന് സഹായം ചോദിക്കാൻ ഒരാൾ വരികയാണെങ്കിൽ അവർ ഒരു തെറ്റന്നെ ആയിരിക്കില്ല, അപ്പോഴേക്ക് നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടും. എന്നിട്ട് നമ്മൾ സ്വയം മനസ്സിലാക്കി കൊടുക്കും, ഒരു ചെറിയ തെറ്റ് കഴിഞ്ഞാൽ സഹിക്കില്ല, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന വ്യക്തിയാണെന്ന് കാണിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഓരോ വ്യക്തിത്വത്തിനും ഓരോ മനുഷ്യനും ഓരോ സാഹചര്യത്തിനും ഓരോ സന്ദർഭത്തിനും അനുസരിച്ച് മാറാൻ മനുഷ്യന് കഴിവുണ്ടെങ്കിൽ യഥാർത്ഥമായ അഭിനേതാവ് മനുഷ്യനല്ലേ? ശരിക്കും പറയുകയാണെങ്കിൽ ഈ മനുഷ്യൻ എവിടെയെങ്കിലും തനിച്ചൊന്നിരുന്ന് സ്വയം ചിന്തിച്ച് നോക്കുക. നിൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാലം പിന്നാക്കം പോകാണ്ട് ഏതാണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ കണ്ടുമുട്ടിയ വ്യക്തികൾ ഉള്ളവനും ഇല്ലാത്തവനുമായിട്ട് ഞാൻ പെരുമാറിയ രീതികളുടെ വ്യത്യാസം കാണുമ്പോൾ നിന്നെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാവും. കാരണം ഇതാണോ ഞാൻ? അവസാനം ഇതിൽ ഏതാണ് എൻ്റെ സ്വഭാവം എന്ന് സ്വയം ആ വ്യക്തിക്ക് തന്നെ ഒരു സംശയം വരും. എന്ന് വെച്ചാൽ എനിക്ക് തന്നെ എന്നോട് സംശയം വരികയാണ്, ഞാൻ അവനോട് പെരുമാറിയതാണോ എൻ്റെ സ്വഭാവം, ഇവനോട് പെരുമാറിയതാണോ എൻ്റെ സ്വഭാവം, അതോ ഇപ്പം ഞാൻ ചിന്തിക്കുന്നില്ലേ ഇതിലേതാ ശരിയെന്ന്, ഇതാണോ എൻ്റെ സ്വഭാവം എന്നൊരു സംശയം വരും. ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് മുഖമൂടികൾ അണിഞ്ഞ് ജീവിക്കാൻ വേണ്ടി പല മുഖമൂടികൾ അറിഞ്ഞിട്ട് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പോലെ നമ്മളെ മാറ്റിയെടുക്കുകയാണെന്നുള്ളത്. അപ്പോൾ ഒരു കാര്യം എന്താണെന്നറിയോ, ഇപ്പോൾ നീ എനിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇന്നൊരാൾക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഒരു മുഖംമൂടി എന്ന് പറഞ്ഞാൽ ആ സ്വഭാവം മാറ്റിമറക്കുക തന്നെയാണ്. പലർക്കും വേണ്ടിയിട്ട് പല രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു മുഖം, എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു മുഖം, മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു മുഖം, അങ്ങനെ പല മുഖംമൂടികൾ അഴിഞ്ഞ് നീ നിൽക്കുമ്പോൾ ഒരു ദിവസം ഈ മുഖംമൂടി അഴിഞ്ഞു വിടുന്ന ഒരു സമയം വരും. ആ സമയം വരുമ്പോൾ നമ്മുടെ എല്ലാവരാലും വെറുക്കപ്പെടും. കാരണം എന്താ, ഇത്രയും നമ്മൾ അണിഞ്ഞിരുന്നത് മുഖംമൂടിയാണോ എന്ന് തോന്നും. അപ്പൊ അതിന് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വയം നമ്മളാവുക, നമ്മളിലേക്ക് നോക്കുക. നമ്മൾ എന്താണോ അതാവാൻ നമ്മൾ ശ്രമിക്കുക. നമ്മളിലേക്ക് നോക്കുക, അവിടെ കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ അത് തിരുത്തുക. അല്ലാണ്ട് അവരുടെ കുറ്റമോ ഇവരുടെ കുറ്റമോ മറ്റൊരാളുടെ കുറ്റമോ അതിലേക്ക് നമ്മൾ എത്തി നോക്കിയിട്ട് ഒരു കാര്യമില്ല. അവനവൻ്റെ ഉള്ളിലുള്ള കുറ്റം കുറവുകളോ മനസ്സിലാക്കി അതിനെ തിരുത്തി കഴിയുമ്പോൾ മറ്റുള്ളവർ ചെയ്യുന്നതൊന്നും നമുക്കൊന്നും അല്ലാതെ തോന്നും. നമ്മൾ നന്നായാലേ ചുറ്റും നന്നാക്കാൻ പറ്റൂ. കാരണം നമ്മുടെ കുറ്റങ്ങളും കുറവുകളും ഉള്ള മനുഷ്യരാകുമ്പോൾ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാൻ നടക്കുന്നത് എങ്ങനെ ശരിയാവും? അത് ശരിയാണോ? അതിനുള്ള അർഹത നമുക്കുണ്ടോ? അതിൻ്റെ ഒപ്പം തന്നെ നമ്മളെന്നും നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കി നമ്മളെ തന്നെ തിരുത്തിനെക്കാട്ടിലും വലിയൊരു മാറ്റം ഈ ഭൂമിയിൽ സൃഷ്ടിക്കാനില്ല. കാരണം നമ്മൾ സ്വയം മാറുക. പക്ഷെ നമ്മൾ മാറത്തില്ല, പക്ഷെ വേറൊരാൾ മാറണം നമുക്ക് ഭയങ്കര ഭാഗ്യം അല്ലേ? വേറൊരു വ്യക്തി മാറണം, അവൻ്റെ സ്വഭാവം ശരിയല്ല. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ, ഇതിൽ ഏതാണ് നമ്മുടെ സ്വഭാവം എന്ന് ആദ്യം കണ്ടുപിടിച്ച് നമ്മൾ ജനിച്ച് വളർന്നു വരുന്നൊരു സ്വഭാവം നമുക്കുണ്ടാവും. യഥാർത്ഥമായിട്ട് ചിലപ്പോൾ ഇത് അമ്മയ്ക്ക് മാത്രമേ അറിയാൻ സാധ്യതയുള്ളൂ, അച്ഛന് പോലും ആ സ്വഭാവം അറിയില്ല. ആ സ്വഭാവമാണ് നമ്മുടെ സ്വഭാവം. എന്ന് വെച്ചാൽ നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമല്ല, ചിലത് നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഇത് രണ്ടും മറച്ചു വെച്ച് ഒരിക്കലും ഒരാൾ ജീവിക്കാൻ പറ്റില്ല. ഒരാളുടെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ ആളുടെ സ്വഭാവമാണ്. അത് ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെടാതെ പോവാം. പക്ഷേ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും
നിൻ്റെ വ്യക്തിത്വത്തിൻ്റെ അടയാളമായ നിൻ്റെ ആ ഒരു നല്ലതും പൊട്ടയായ ഒരു സ്വഭാവമുണ്ട്, അത് മറ്റുള്ളവർ ഡിസ്പ്ലേ ആവണം. അല്ലാണ്ട് സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് മാറാനുള്ളതല്ല സ്വഭാവം. എന്ന് വെച്ചാൽ ഒരാളിനെ ഒരുപാട് ബഹുമാനിക്കാൻ പാടില്ല എന്നല്ല പറയണത്. നമ്മുടെ സ്വഭാവം എങ്ങനെയാണോ, ഒരു കാര്യം നമ്മളോട് ഇള്ളവൻ പറയുമ്പോൾ ദേഷ്യപ്പെടാത്തവൻ, ഇള്ളവൻ എന്ന് വെച്ചാൽ നമ്മളെ സഹായിക്കുന്ന വ്യക്തികൾ പറയുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടാറില്ലെങ്കിൽ, നമ്മളിൽ നിന്ന് സഹായം മേടിക്കുന്ന വ്യക്തി പറയുമ്പോഴും നമ്മൾ ദേഷ്യപ്പെടാൻ അല്ലേ? ഇപ്പോൾ അമ്മ എനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് കരുതുക. അമ്മ ഉപദേശിക്കുമ്പോൾ ഞാൻ തറകുരിഞ്ഞ് കേൾക്കുമ്പോൾ അതിനേക്കാളും കൂടുതൽ എൻ്റെ കയ്യിൽ നിന്ന് ഉപകാരം മേടിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ധാരണ ഉണ്ടാവും. എന്താ അറിയോ, ഇവൻ നന്നാവണം, ഇവൻ നന്നായാലേ എനിക്ക് വല്ലതും ഉള്ളൂ എന്നുള്ള ചിന്തയുള്ള ഉപദേശിക്കുമ്പോൾ നമ്മൾ അവനെ ചീത്ത പറയുമ്പോൾ അവിടെ നമ്മൾ ഒരു തട്ടിൽ വെച്ച് ഓരോരുത്തരും നോക്കുകയാണ് അല്ലേ? അതുപോലെ തന്നെ പ്രാർത്ഥന. ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്? അതെ, പ്രാർത്ഥന നമുക്കൊരു ശക്തിയാണ്. ഞാൻ പറയാം അതിൻ്റെ ഫുള്ള് ഇത് പറയാം. ഇപ്പം നമ്മുടെ ജനിക്കുമ്പോൾ തന്നെ ദൈവം നമുക്കൊരു വിധി ലിഖിതമുണ്ട്. നമ്മുടെ തലയിലെഴുത്ത് എഴുതിയിട്ടാണ് നമ്മളെങ്ങനെ വിടുക. അപ്പം നമ്മൾ ഈ ജന്മത്തിൽ നമ്മൾ എന്തൊക്കെ അനുഭവിക്കണമെന്നുണ്ടോ അതൊക്കെ നമ്മൾ അനുഭവിച്ചേ പറ്റൂ. കാരണം കഷ്ടപ്പാടാണെങ്കിലും സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും എന്തൊക്കെ അനുഭവിക്കണം എന്ന് ആ ദൈവം അവിടുന്ന് എഴുതി ഇവിടെ അയച്ചിട്ടുണ്ടോ അത് മുഴുവൻ നമ്മളിവിടെ തീർത്തിട്ടേ നമുക്ക് പോകാൻ പറ്റൂ. അത് മാറ്റാൻ നമുക്ക് പറ്റില്ല. മനുഷ്യന്മാർ എഴുതിയതാണെങ്കിൽ മാച്ച് കളയാൻ കീറിക്കളയാം. പക്ഷെ ഇതൊരിക്കലും അത് പറ്റില്ല. ഇത് ദൈവലിഖിതമാണ്. അത് ഒരിക്കലും നമ്മളെ കൊണ്ട് മാറ്റാൻ പറ്റില്ല. പക്ഷേ ഒന്ന് പറ്റൂ, ഈ പ്രാർത്ഥന കൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വരുന്ന കഷ്ടപ്പാടുകൾ, ദുഃഖം, ഇതൊക്കെ സഹിക്കാൻ, അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങാനുള്ള ഒരു ശക്തിയില്ലേ, അത് ദൈവം നമുക്ക് ആ പ്രാർത്ഥനയിലൂടെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് തോന്നും, ഓ ഈ കഷ്ടം ഇത് എനിക്ക് സഹിക്കാൻ പറ്റും, ഞാനിത് സഹിക്കും, എൻ്റെ കൂടെ എൻ്റെ ദൈവം ഉണ്ട് എന്നുള്ള ആ തോന്നലിൻ്റെ അത് പ്രാർത്ഥനയിലൂടെ നമുക്ക് കിട്ടും. അതുപോലെ ഒരുപാട് സുഖ സൗകര്യങ്ങളെല്ലാം കിട്ടിക്കഴിയുമ്പോൾ ഞാനൊരു മനുഷ്യനായി ജീവിക്കണം, അഹങ്കാരം വെടിഞ്ഞ് എല്ലാവരും സ്നേഹിക്കുന്ന ഒരു സ്നേഹമയായ മനുഷ്യനുള്ള സദ്ഗുണങ്ങൾ ഒരുപാടുണ്ടല്ലോ. അതുപോലെ എല്ലാ സദ്ഗുണങ്ങളും നിറഞ്ഞ ഒരു ജീവിതം ഞാൻ നയിക്കണം. ദൈവമേ നീ എനിക്ക് കൂട്ടു നിൽക്കുക. അതും പ്രാർത്ഥനയിലൂടെ നമുക്ക് കിട്ടും. അല്ലാണ്ട് നമ്മുടെ വിധിലിഖിതം ഒരിക്കലും മാറ്റി എഴുതാൻ പറ്റില്ല. അത് നമ്മൾ പ്രാർത്ഥനയിലൂടെ നമുക്ക് നേടാൻ കഴിയുന്നത് എന്താന്ന് പറഞ്ഞാൽ ഏത് കഷ്ടതയിലും അതിനൊരു പരിഹാരം, ഒരു ശക്തി. ഇപ്പം നമുക്ക് ഒരുപാട് കഷ്ടങ്ങൾ വരുമ്പോൾ നമുക്ക് ദൈവമേ ഞാൻ എന്താ ചെയ്യാന്നുള്ള ആ ഒരു ദിവസങ്ങളിലെ അതിലൊരു പരിഹാര മാർഗം എന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത ഒരുപാട് ദുഃഖങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ അത് കടന്നു പോകണം, നമ്മൾ അറിയാതെ പോകും. കാരണം ഒരു ശക്തി നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. ഈ ദുഃഖമായിരുന്നോ, ഈ ദുഃഖം കടന്നുപോയി ഞാൻ അറിഞ്ഞില്ലെന്ന് പിന്നീട് ചിന്തിക്കേണ്ടി വരും. ഇത്രയും വലിയ ദുഃഖം ഞാൻ കടന്നു വന്നവനാണോ? ആ ശക്തിയാണ് പ്രാർത്ഥന. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ഉന്നതങ്ങളിൽ എത്തുമ്പോൾ നമ്മുടെ ഉള്ളൊരു അഹംഭാവം വരാതെ നമ്മൾ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ നമ്മളെ തന്നെ സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ യുക്തി തന്നവനും ആ മനസ്സ് തന്നവനും ഈശ്വരനാണ്. അതാണ് പ്രാർത്ഥനയുടെ ഗുണം. നമ്മൾ പറയില്ലേ, എന്തൊരു നല്ല മനുഷ്യനാണ്, എന്തിനാ ഈ ദുരിതങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നു, ഇങ്ങനെ അവസാന നിമിഷം അങ്ങോരുടെ ജീവിതം ഇങ്ങനെ ആവേണ്ട ഒരാളായിരുന്നില്ലല്ലോ എന്ന് തോന്നും. കാരണം ഒരു തെറ്റും നമ്മൾ ആ ആളിൽ കണ്ടിട്ടുണ്ടാവില്ല. അതെന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവ് മരിക്കണില്ല. നമ്മുടെ ശരീരം അതൊരു വസ്ത്രം മാറുന്ന പോലെ അത് മാത്രമേ നശിക്കുന്നുള്ളൂ, ആത്മാവ് നശിക്കുന്നില്ലല്ലോ. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ അവർക്കുണ്ടായിരുന്ന ആ കർമ്മഫലം ഈ ജന്മത്തിൽ അവർ അനുഭവിച്ചു പോവുകയാണെന്ന് മാത്രമേ നമുക്ക് അതിനെ പറയാൻ പറ്റൂ. അതുപോലെ ഒരുപാട് സുഖ സൗകര്യങ്ങളൊക്കെ കിട്ടുമ്പോഴും നമ്മൾ അതേ വിചാരിക്കും. കാരണം കഴിഞ്ഞ ജന്മത്തിൽ അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, സുഖമായി ജീവിക്കാനുള്ള സന്ദർഭം അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, അവർ യാത്രയായിട്ടുണ്ടാവും. അതിൻ്റെ ബാക്കി പത്രമായിരിക്കാം ഈ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്നത്. അപ്പം മനുഷ്യൻ ആഗ്രഹിച്ചത് മുഴുവനും പൂർത്തീകരിക്കുന്ന വരെ ഈ ജന്മം എന്നുള്ളതൊരു നമ്മുടെ ശരീരം എന്നുള്ളതൊരു വസ്ത്രമായതുകൊണ്ട്, ആത്മാവിന് മരണമില്ലാത്തത് കൊണ്ട് നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നേടാതെ ഈ ഭൂമി വിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് ഒരിക്കലും തൃപ്തിയാവില്ല എന്നാണ് പറയുക. നമ്മുടെ ആത്മാവ് ഒരിക്കലും തൃപ്തിയാവണില്ല. പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് പുതിയ വേഷത്തിൽ പുതിയ ജന്മമായി നമ്മൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നതാണ് ശ്രേഷ്ഠമായവർ പറഞ്ഞു നടക്കുന്നത്. അതാണ് സത്യം. എന്താ പറഞ്ഞാൽ ആ ജന്മത്തിൽ നമുക്ക് സാധിക്കാൻ പറ്റാതെ നമ്മൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അടുത്ത ജന്മത്തിൽ മുൻജന്മ കർമ്മം എന്നൊക്കെ പറയില്ലേ, മുൻജന്മ പുണ്യം എന്നൊക്കെ പറയില്ലേ, അതനുഭവിക്കും. അത്ര. അപ്പോൾ യഥാർത്ഥത്തിൽ ജീവിതം എന്താന്ന് പറഞ്ഞാൽ, ജീവിതം ശരിക്കും എന്താന്ന് പറഞ്ഞാൽ പരിഹസിക്കപ്പെടണം, തോൽക്കണം, അതുപോലെ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കണം, ഒറ്റപ്പെടണം,
അങ്ങനെ ഒരുപാട് സങ്കടങ്ങൾ നിറഞ്ഞ് നമ്മൾ ഈ ജീവിതം കടന്നു പോയാൽ മാത്രമാണ് ആ ജീവിതം ജീവിതമാവുള്ളൂ. നമ്മുടെ ചില ഇടങ്ങളിൽ അപമാനിക്കപ്പെടണം, ചില ഇടങ്ങളിൽ നമ്മൾ വീഴ്ച അനുഭവിച്ചിട്ടുണ്ടാവണം, ചില ഇടങ്ങളിൽ നമ്മുടെ ജനങ്ങളെ ഒറ്റപ്പെടുത്തണം. അവസാനം ഇതെന്തിനാണ് ജീവിക്കണമെന്നുള്ള സാഹചര്യത്തിൽ നമ്മൾ എത്തിപ്പെട്ടിട്ട് അവിടുന്ന് കയറി നടക്കുന്ന ഒരു ജീവിതം ഉണ്ടല്ലോ, അവിടെ നിങ്ങൾ കയറി നടന്നാൽ നിങ്ങൾ ജീവിച്ചു നടത്തും. ഇതൊന്നും അനുഭവിക്കേണ്ട ഒരു വ്യക്തി ജീവിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥമായിട്ട് ജീവിതത്തിൽ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ട്, സത്യമായിട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടില്ല, അങ്ങനെയൊക്കെ ജീവിച്ചു എന്ന് മാത്രമല്ലാതെ ജീവിതം പൂർണ്ണമായി അനുഭവിച്ചു എന്ന് പറയാൻ പറ്റില്ല. ജീവിതം പൂർണ്ണമായി അനുഭവിച്ച് വിജയിക്കണമെങ്കിൽ ഈ പറഞ്ഞ ഇത്രയും ചാപ്റ്ററുകൾ നമ്മൾ കടന്നു വന്നേ പറ്റൂ. കടന്ന് വിജയിച്ച് നിൽക്കുന്ന ഒരു ദിവസമാണ് നീ ജീവിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റും. ഇതൊന്നും അനുഭവിക്കാതിരുന്നാൽ അത് ജീവിതം തന്നെയല്ല. തോൽക്കാതെ ജയിച്ചതൊന്നും ജയമല്ല, അപമാനിക്കപ്പെടാതെ ബഹുമാനിക്കപ്പെട്ടതൊന്നും ബഹുമാനവുമല്ല. ആ ബഹുമാനത്തിനൊരു വിലയും ഇല്ല, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ എല്ലാം നമുക്ക് അനുഭവിക്കണം. കഷ്ടപ്പാടുകളും സന്തോഷം, നിരാശയും ദുഃഖം, ഇതെല്ലാം സമ്മിശ്രം, അതെല്ലാം കൂടിയതാണ് ജീവിതം. അല്ലാണ്ട് നമുക്ക് വെറുതെ സന്തോഷം മാത്രം തരുമ്പോൾ അയ്യോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ദുഃഖം അനുഭവിച്ചിട്ടേ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അതൊരു നുണയായിരിക്കും, അല്ലെങ്കിൽ വിട്ടുവീഴ്ചകൾ മാത്രം ചെയ്തൊരു ജീവിതമായിരിക്കും. എന്ന് വെച്ചാൽ അവർക്ക് ദുഃഖങ്ങളുണ്ടെങ്കിലും എല്ലാം അങ്ങോട്ട് മറച്ചു വെച്ചിട്ട് എനിക്ക് സന്തോഷമാണെന്ന് പറയുമായിരിക്കും. സന്തോഷങ്ങളില്ലാതെ സങ്കടങ്ങളില്ലാതെ സന്തോഷങ്ങളില്ല, സംഘർഷങ്ങളില്ലാതെ ജീവിതമില്ല, അല്ലേ? അപ്പോൾ കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുത്ത് നോക്കുക. ഓക്കെ, ഇതാണ് ഇന്നത്തെ ചിക്കൻ. ഇതിങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അത് മുഴുവതിൽ വറ്റു തരുന്നിട്ട്. അപ്പം നമ്മളിപ്പോൾ തന്നെ അത് ഓഫ് ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ കുറേ ദിവസമായിട്ട് നിങ്ങൾ ആരും എന്നെ ഊണ് കഴിക്കാൻ ഞാൻ വിളിച്ചിട്ടില്ല. അപ്പൊ ഇന്ന് തന്നെ അതിൻ്റെ ഒപ്പം തന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം വീഡിയോയുടെ മുമ്പത്ത് വന്ന് നിൽക്കുമ്പോഴും ഇടയ്ക്ക് ഓരോരുത്തരുടെ മെസ്സേജുകൾ വന്നിട്ട് എവിടെ പോയി ചേച്ചി, കഴിഞ്ഞില്ലേ ചേച്ചി, ആയില്ലേ ചേച്ചി, ചേച്ചിക്ക് സുഖമാണോ അസുഖമാണോ, ചേച്ചിനൊന്ന് കണ്ടാൽ മതിയായിരുന്നു എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി നൽകുന്നു. വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഞാൻ തമാശയ്ക്ക് പറഞ്ഞാലും ഇങ്ങനെയൊക്കെ പറയാനുള്ള ഈ അമ്മേനെ സഹിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞാലും അമ്മേനെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട്. ആ ഒരു കൂട്ടം ജനങ്ങളുടെ ഹൃദയത്തിലാണ് എൻ്റെ അമ്മയുടെ താമസം എന്നറിയാം. ആ ഹൃദയത്തിൽ താമസിക്കുന്ന കാരണം കൊണ്ട് തന്നെ എന്നാണോ ഇതൊന്ന് കഴിയുക അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഓടി എൻ്റെ അമ്മ അവിടെ എത്തി. അതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് എന്തോ അമ്മയ്ക്കത് എല്ലാ ദിവസവും നിങ്ങളുടെ സന്ദേശങ്ങളും കാര്യങ്ങളും ഇതൊരു വേറൊരു അർത്ഥം കൂടിയുണ്ട്. നമ്മൾ ദിവസം കണ്ട് സ്നേഹിക്കുന്നത് സ്നേഹമുണ്ടല്ലോ, അതിനെക്കാട്ടിൽ എത്രയോ വലുതാണ് മുഖം കൂടി അറിയാതെ ഒരുപാട് അകലയിൽ നിന്ന് കിട്ടുന്ന ചെറിയൊരു സ്നേഹം, അല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ടോ ഈ സ്നേഹത്തിൻ്റെ ഡെപ്ത് എന്ന് പറയണത്? യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ കാണാത്ത ആൾക്കാർ എവിടെയോ ദൂരെ ഇരുന്ന് നമ്മുടെ സ്നേഹത്തോടെ അവർ അയക്കുന്ന സന്ദേശങ്ങളാവട്ടെ, നമ്മുടെ കാത്തിരിക്കുകയാവട്ടെ, അതിൽ കിട്ടുന്നൊരു സന്തോഷമൊന്നും ദിവസം കാണുന്ന മുഖങ്ങൾ കിട്ടാറില്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റായി പോവോ? ഇപ്പോൾ ദിവസം നമ്മൾ കണ്ടിട്ട് നമ്മൾ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കും സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ എവിടെയോ അകലെ ഇരുന്നിട്ട് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു, നമ്മുടെ ഒരു വീഡിയോന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യണു. ആ ഓരോ മുത്തുകളെ പോലൊരു ചെറിയ സെൻറ്റൻസുകൾ എഴുതി ചിലർക്ക് ചേച്ചിയാവണം, ചിലർക്ക് അമ്മയാവണം, അല്ലേ? ചിലർക്ക് കൂട്ടുകാരിയാവണം, അങ്ങനെയൊക്കെ ആയി മാറുക എന്നുള്ളത് അകലെ നിന്ന് നോക്കുമ്പോഴാണ് ഒരു സ്നേഹത്തിന് ഒരുപാട് തീവ്രത കൂടുക, അല്ലേ? ആ ബന്ധത്തിന് ഒരുപാട് വിലയുണ്ട്. ഒരുപാട് അടുത്ത ഇടപഴകുന്നതിനെക്കാട്ടിലും എത്രയോ ബലമാണ് അകലെ നിന്ന് കിട്ടുന്ന ഒരു തുള്ളി സ്നേഹം, അല്ലേ? പിന്നെ ഞാൻ ഇതിലുള്ള ഓരോരുത്തരുടെയും പേരൊക്കെ എനിക്ക് എല്ലാവരും അറിയാം. അതിപ്പോൾ ഞാൻ പറയാതെ അത് ഈ 1-10 വീഡിയോയിൽ പറയേണ്ടി വരും. അപ്പം എന്താ പറഞ്ഞാൽ ആ എല്ലാവരുടെയും ഞാനിങ്ങനെ ഓർക്കും. ആ പേര് പറഞ്ഞിട്ട് ഇവരിങ്ങനെ ഉണ്ടാവുമോ, അവരുടെ രൂപം എങ്ങനെ, ഞാൻ സ്വയം ചിന്തിക്കും. ഒരു കഥ അതുപോലെ ആയിരിക്കുമോ, ഇതുപോലെ ആയിരിക്കുമോ, അങ്ങനെ എന്തൊക്കെയോ ഇമാജിനേഷൻ ചെയ്തു ഞാനിങ്ങനെ ഇരിക്കും. അങ്ങനെ ആയിരിക്കില്ലേ കാണാൻ, അങ്ങനെ ആയിരിക്കില്ലേ കാണാൻ. എന്താ ചിലരുടെ ഫോട്ടോ ഒന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ചിലരുടെ പിന്നെ ഫോട്ടോയിൽ കണ്ടത് കാരണം എനിക്കറിയാം. അല്ലാത്തവർ ഇങ്ങനെ ആയിരിക്കുമോ അങ്ങനെ ആയിരിക്കുമോ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ സങ്കല്പത്തിലൂടെ കാണും. നീ എനിക്ക് കേൾക്കില്ലേ, അമ്മ എന്താ അമ്മ മെസ്സേജ് വായിച്ചിട്ട് ഇങ്ങനെ ചിരിക്കണ്, അമ്മ എന്താ ആലോചിക്കണ്, എന്താ വേണ്ടാത്ത വല്ലതും ഉണ്ടോന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനെന്താണ് അവരിങ്ങനെയായിരിക്കും. അവരുടെ മെസ്സേജ് വായിക്കുമ്പോൾ എനിക്ക് തോന്നും അവരുടെ രൂപം ഇങ്ങനെ ആയിരിക്കില്ലേ, അവർ സംസാര രീതി ഇങ്ങനെ ആയിരിക്കും, അങ്ങനെ പലതാണ്. അതായത് അതാണ് ഒരു സ്നേഹം എന്ന് പറയുമ്പോൾ ആ എന്തും നമുക്ക് അവഗണിക്കാം. പക്ഷെ ഈ സ്നേഹം എന്നുള്ളതല്ലേ അതാണ് ഏറ്റവും വലിയത്, അതിനൊരിക്കലും അവഗണിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ അമ്മേനെ അവർ കണ്ടെങ്കിലും അവരെ പലരെ അമ്മ കണ്ടിട്ടില്ല. കാണാതെ ഒരുപാട് ദൂരത്തുനിന്ന് പ്രാർത്ഥനയോടും സ്നേഹത്തോടെയും, അല്ലേ?
ഒരുപാട് പ്രാർത്ഥനയോടും സ്നേഹത്തോടും നമ്മളെ സ്നേഹിക്കാൻ, അമ്മയെ സ്നേഹിക്കാൻ ഇങ്ങനെയൊക്കെ ഒരു കൂട്ടം ജനങ്ങൾ, അതൊരു കുടുംബം, അതൊരു ശക്തി. ആ പ്രാർത്ഥന, കൂട്ടായ്മയുടെ പ്രാർത്ഥന ഒരുപാട് ശക്തിയുണ്ടെന്ന് പറയും പോലെ ആ ഒരു ശക്തിയൊക്കെ തന്നെയാണ് വീണ്ടും ഊർജ്ജത്തോടു കൂടി എൻ്റെ അമ്മയ്ക്ക് ഇതുപോലെ പുഞ്ചിരിച്ച് നിങ്ങളുടെ മുമ്പത്ത് വന്ന് നിൽക്കാൻ ശക്തി നൽകണത് അല്ലേ. അപ്പോൾ ഒരുപാട് ദിവസത്തിന് ശേഷം ഉണയിക്കാൻ വിളിക്കില്ലേ? ഒരുപാട് ദിവസത്തിന് ശേഷം വന്നല്ലേ. അപ്പൊ ഇവിടെ കുറെ ദിവസമായിട്ട് ഒന്നും കഴിച്ചിട്ടുമില്ല നോൺ വെജ് ഒന്നും. അപ്പതാ നിങ്ങൾ വരുന്നോ ഉന്നയിക്കാന്ന്? അപ്പൊ ഇന്ന് ഞാനൊരു രസം വെക്കും, പപ്പടം കാച്ചും, ഇതന്നെ ഉള്ളൂ ഒന്ന്. അപ്പൊ എല്ലാവരും വരും കേട്ടോ, വരുന്നോ? ഒരുപാട് സന്തോഷം, കുറേ ദിവസമായിട്ട് നിങ്ങളെ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി ബൈ.